ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. കോഹ്ലി RCBയുടെ ക്യാപ്റ്റനായിരുന്നു. എന്നാൽ പിന്നീട് കോഹ്ലി ക്യാപ്റ്റൻസി രാജിവെച്ചു. പിന്നെ ഡുപ്ലിസിയാണ് RCBയുടെ ക്യാപ്റ്റനായത്. എന്നാൽ ഇപ്പോൾ RCB ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. അടുത്ത IPL 2024 കോഹ്ലി തന്നെ RCBയുടെ ക്യാപ്റ്റൻ ആകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. RCB മാനേജ്മെന്റ് കോഹ്ലിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോഹ്ലി സംബന്ധിച്ചാൽ അടുത്ത IPL കോഹ്ലി ആയിരിക്കും ക്യാപ്റ്റൻ. RCBക്ക് വേണ്ടി ഒരു കപ്പ് നേടിക്കൊടുക്കണമെന്നത് കോഹ്ലിയുടെ ആഗ്രഹമാണ്. ക്യാപ്റ്റൻ കോഹ്ലിയെ വീണ്ടും ആരാധകർക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ പാണ്ഡ്യയെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. പാണ്ഡ്യ IPL 2024 നിന്ന് പുറത്തായിരിക്കുകയാണ്. താരത്തിന്റെ ഇഞ്ചുറി സീരിയസ് ആണെന്നും IPL 2024 പാണ്ഡ്യ കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. രോഹിത്തിനെ തന്നെ മുംബൈ വീണ്ടും ക്യാപ്റ്റനാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരിക്കും ഇത് മുംബൈ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ്. കാരണം മുംബൈ ആരാധകർ രോഹിത് ശർമ്മയെ ക്യാപ്റ്റനായി കാണാനാണ് ആഗ്രഹിച്ചത്. പാണ്ഡ്യ അവർക്ക് ഇഷ്ടമല്ല. ആരാധകരുടെ പ്രാക്ക് ഫലിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാണ്ഡ്യയ്ക്ക് വലിയ ഇഞ്ചുറിയാണ്. IPL 2024 നഷ്ടപ്പെടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പാണ്ഡ്യ IPL നിന്ന് റൂൾ ഔട്ട് ആയേക്കും. രോഹിത് ശർമ്മ വീണ്ടും ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചു വരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSKയുടെ എല്ലാമായിരുന്നു റെയ്ന. എന്നാൽ പിന്നീട് CSK റെയ്നയെ പുറത്താക്കി. റെയ്നയെ വീണ്ടും CSK ടീമിൽ കാണണമെന്ന് ആരാധകർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു ആഗ്രഹം ഫലിക്കാൻ പോവുകയാണ്. അടുത്ത IPL 2024 റെയ്നയും CSK ടീമിൽ ഉണ്ടായിരിക്കും. ഇപ്രാവശ്യം പ്ലെയർ ആയിട്ടല്ല, മറിച്ച് CSKയുടെ ബാറ്റിംഗ് കോച്ചായിട്ടായിരിക്കും റെയ്ന വരുന്നത്. റെയ്ന IPL 2024 CSK ടീമിനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റെയ്നയെ CSK തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ധോണിക്കൊപ്പം തന്നെ റെയ്നയെ നമുക്കിനി അടുത്ത IPL കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.